ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം കനക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രതിനിധികളും അഴിമതി നടത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്ന് അഴിമതി നിരോധന നിയമം കൂടി ചുമത്തിയിരിക്കുന്നു. SIT പത്തനംതിട്ട കോടതിയിൽ അധിക റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിലാണ് കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റാൻ തീരുമാനമായത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് അന്വേഷണം കൂടുതൽ ഉന്നതങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. 2019 ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന A. പത്മകുമാറിനെയും അന്ന് ബോർഡിൽ പ്രവർത്തിച്ച മറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തി അന്വേഷണം നീളുകയാണ്. പത്മകുമാറിന്റെ സ്വകാര്യ സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതായാണ് വിവരം. അതോടൊപ്പം അന്നത്തെ സെക്രട്ടറിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും മൊഴികൾ SIT ശേഖരിക്കുകയാണ്. ഈ ഘട്ടം പൂർത്തിയായതിനു ശേഷം പത്മകുമാർ അടക്കം മുൻ ബോർഡ് അംഗങ്ങൾക്കെതിരെ നേരിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അന്വേഷണത്തിൽ ചില ഇടനിലക്കാരുടെയും മറ്റ് പ്രതികളായ ഉദ്യോഗസ്ഥരുടെയും പങ്കുകൂടി വ്യക്തമാക്കുന്നതിനാൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ടെന്ന് സൂചനയുണ്ട്. അതേസമയം വിഷയത്തിൽ രാഷ്ട്രീയ ചൂടുമുയരുന്നു. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. സാക് ന്യൂസ്, തിരുവനന്തപുരം.